നമ്മൾ കാണുമ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തിയവരൊക്കെ ഉണ്ട്. ഇക്ക നമ്മള് നിലമ്പൂരിലെ സമ്മേളനത്തിൽ കണ്ടതാണ്. നിലമ്പൂർ പോയി കൊടുന്നോ കണ്ട നിങ്ങള് ഇവിടേക്ക് എത്തി. മഴ ആയതുകൊണ്ട് നേരം വൈകി മാത്രം. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പ്രതീക്ഷിക്കണെന്ന് പാർട്ടി ഇതല്ലേ, അപ്പൊ അതിന് പോന്നാണ് നമ്മളതിന്റെ ആളല്ലേ. എന്തായാലും അൻവർ പറയുന്നതിനനുസരിച്ച് സത്യം ആരെടുത്ത അതിനനുസരിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ യുവജനങ്ങൾക്ക് ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ഇവിടെ മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി സാറ് പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിയമം തെളിയിക്കണം. പക്ഷെ അൻവർ സാറിനെ പോലുള്ള ആളുകൾ രംഗത്ത് വന്നപ്പോഴാണ് ഇതിനൊരു ശക്തിയായിട്ട് അൻവർ പറയുന്നത് നിങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം യോഗ്യമായി വന്നല്ലോ. ഇന്നൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ സത്യം വെളിപ്പെടുത്താൻ ബഹുമാന്യനായ അൻവർ സാറിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലില്ല, പക്ഷെ നിഷ്പക്ഷമായി നിൽക്കും. എന്നാൽ ഇടതുപക്ഷം നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. പാർട്ടി പ്രഖ്യാപിച്ച അതിൽ ചേരും അങ്ങനെയൊന്നും നമ്മൾ പറയാനായിട്ടില്ല. പക്ഷേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം നാട്ടിന് ആവശ്യമാണ്. ഈ നാടിന് ചില തുറന്നു പറച്ചിലും വേണം അല്ലേ? ഇങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ഇത്തരം നല്ല MLA-മാർ രംഗത്ത് വരണം. പലരും പേടിച്ചിട്ടാണെന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. എന്തായാലും വളരെ വിജയകരമാട്ടെ. ഇത് എല്ലാ പാർട്ടികൾക്കും ഒരു പ്രചോദനമാട്ടെ. തിരുത്തലാവട്ടെ, ധാർമ്മികത മൂല്യം ഉൾക്കൊള്ളട്ടെ. ഒരു വ്യക്തി മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അൻവർ ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കെതിരെയൊക്കെ പറയുന്നതായിട്ട് പാർട്ടിക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം അതിനോടൊക്കെ യോജിക്കുന്നു? 100% അൻവർ പറഞ്ഞ സത്യാവസ്ഥയാണിത്. 100% അൻവർ പറയുന്ന സത്യാവസ്ഥയാണ്. ഇതില് എന്താ വെച്ചാല് കള്ളന്മാരാണ് ഏറ്റവും അധികം ഈ ഭരണം കൊണ്ട് നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ. കള്ളന്മാരാണ്, ഏറ്റവും വലിയ കള്ളന്മാരാണ് ഭരണ കേന്ദ്രത്തിൽ നിൽക്കുന്നത്. കട്ടക്ക് നിൽക്കും ഞങ്ങള് അൻവറിന്റെ നാട്ടുകാരാണ്. ഞങ്ങളെ കട്ടക്ക് അൻവറിന്റെ ഒപ്പം നിൽക്കും, ഒരു സംശയമല്ല. അൻവറിന്റെ വലിയ കരുത്തും ഈ എത്തിച്ചേർന്ന ആളുകൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ശബ്ദം കാരണം ഒന്നും അധികം പങ്കുവെക്കാൻ പറ്റിയില്ല. എന്താണ് പറയാൻ? ഇനി വേണ്ട, നോ കമന്റ്സ്. എന്താണ് നിങ്ങൾ അൻവറിന്റെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാനായില്ലല്ലോ. പറയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി കുറേയും കൂടെ മനസ്സിലാക്കാനുണ്ട്. കുറേയും കൂടെ ഇനിയിപ്പോൾ റിപ്പോർട്ട് വന്നിട്ടേ ഉള്ളൂ, അത് പബ്ലിഷായി വന്നിട്ടില്ല. ഇനി എന്ത് പറയുന്ന അറിയാനാണല്ലേ? നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യം എന്താണ്? ഫാസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രസന്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഏത് തലങ്ങളിലുള്ളതാണെങ്കിലും. ഇനി ഫ്യൂച്ചർ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുള്ളൂ. എവിടുന്നാണ് ചേട്ടൻ? ഞാൻ മരുത, എടക്കര മരുത. DMK-യുടെ ഷാളൊക്കെ എന്തുകൊണ്ടത് അൻവറിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണോ? അതെ. നിങ്ങള് എന്താണ് അൻവറിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു കാരണം? നല്ലൊരു മനസ്സിലാണ്, നല്ല ഉപകാരം ചെയ്യും. അൻവറിന്റെ വോട്ടർ കൂടിയാണല്ലേ? DMK-യുടെ പിന്തുണ ഉണ്ടാവില്ല എന്നൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്ത. ഉണ്ടാവും, ഉണ്ടാവും. ഒരു വിഭാഗത്തിന് പിന്തുണ ഉണ്ടാവും. പറയൂ, എന്താണ് അൻവർ എന്ത് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അൻവർ വോട്ട് കിട്ടണം, ഓൻ്റെ ആളെ ജയിപ്പിക്കണം. പക്ഷെ മറ്റവരൊക്കെ ഒഴിവാക്കണം എന്നില്ല അഭിപ്രായം. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മൾ ആ അഭിപ്രായക്കാരൻ തന്നെയാണ്. അൻവർ പറയുന്നത് എന്താണെന്ന് അറിയണ ആഗ്രഹമുണ്ട്. അതുണ്ട്. ഇനി ഇല്ലെങ്കിലും അൻവറിൻ്റെ പരിപാടി ഉണ്ടായാൽ നമ്മൾ ചെല്ലും. ചെല്ലാഞ്ഞാൽ അത് പിന്നീട് പ്രശ്നമാവും. ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അപ്പൊ ഇനിയിപ്പോ എന്താണ് തീരുമാനം, എന്താണെന്ന് ഇവിടുന്ന് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ വന്നതാണ്. പിന്നെ എന്റെ വീട് ഇവിടെ മഞ്ചേരി തുറക്കലാണ്. ഇവിടെ പോലീസ് വഴി തടയുന്നുണ്ട്. അത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ആളുകൾ കൂടും എല്ലാം സത്യം വിളിച്ച് പറയുന്നതും ഇനിയും ജനങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ടാവും പോലീസ് വാഹനങ്ങൾ തടയാണ്. ബൈക്ക് വരെ വിടുന്നില്ല. വരാതിരിക്കാനാവും, അല്ലാതെ എന്താണ്. ആളുകൾ എത്തിച്ചേരുന്നത് തടയാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? സാറേ, ഗുരുവായൂരിനാണ്. അതെ, അൻവറിന് വേണ്ടി മാത്രം വരണം. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ളത് ഈ ദുർഭരണത്തിനെതിരെ പ്രതികരിച്ച ഏക നേതാവാണ് അൻവർ. അപ്പൊ അദ്ദേഹം എവിടെ പ്രസംഗിക്കുമോ അവിടെ ഞങ്ങൾ എത്തും. അൻവർ പറഞ്ഞതിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കുറെ കൂടി വിശ്വാസം? കേരളത്തിൽ പരിപൂർണമായിട്ട് ദുർഭരണമാണ് നടക്കുന്നത്. അതിനെതിരെ ഇന്ന് ഏറ്റവും ഫസ്റ്റ് നന്നായി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത് അൻവറാണ്. അൻവർ പറഞ്ഞ 15 കാര്യങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കക്ഷിമത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും, അദ്ദേഹത്തിന് പിന്തുണക്കും, അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യും. താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ?
ഞാൻ കോൺഗ്രസ് ഒരു സജീവ പ്രവർത്തകനാണ്. അൻവറിന്റെ പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് അൻവറിന്റെ കൂടെ തീർച്ചയായും നിൽക്കും. ഞാൻ മാത്രമല്ല, പ്രവാസി കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങളെ ഒരു സംഘം തന്നെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കും. വലിയൊരു പിന്തുണ തന്നെയാണ് അത്. വലിയ പിന്തുണയാണ്. ഗുരുവായൂർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങള് 5-6 ആൾക്കാരുണ്ട്. അവര് 4-5 ആൾക്കാർ എത്തിയിട്ടുണ്ട്. ബാക്കി 2-3 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? കൂടരഞ്ഞി, മുക്കം കൂടരഞ്ഞി. എന്താണ് നിങ്ങൾ അൻവറിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട്? അൻവർ ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അൻവർ ചോദിച്ചത്. അതിനൊന്നും നല്ല രീതിയിലുള്ളൊരു മറുപടി ഭരണപക്ഷത്തു നിന്ന് ലഭിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ഇതുപോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടവർ മറുപടി പറയുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. അൻവർ ഇപ്പോൾ രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് ഒറ്റയ്ക്ക് പോവുകയാണ്. ഈ ഒരു അൻവറിന്റെ യാത്ര അത് എത്രമാത്രം ഒറ്റയ്ക്ക് സാധ്യമെന്ന കരുതുന്നത്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ പോകേണ്ടി വരുമോ ഭാവിയിൽ? രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ പോകേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു നിലവിലൊരു MLA ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലാവധിക്ക് ശേഷം, കാലാവധി കഴിയുന്നവരെ ഇങ്ങനെ നിന്നാലും MLAയുടെ കാലാവധി കഴിയുന്നതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. എവിടെ? നിലമ്പൂർ. അൻവറിന്റെ വോട്ടർ കൂടിയാണ്. അതെ. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ? അൻവറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ കാര്യമാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. സർക്കാർ അതിന് എതിരുമാണ്. ഒരു ജനപിന്തുണ അത് അൻവറിന് വലിയ ആത്മാനുണ്ട്. തീർച്ചയാണ്. അതാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെക്കാനുണ്ട്. നമ്മോടൊപ്പം മറ്റു ചിലർ കൂടി ചേരുന്നുണ്ട്. എന്താണ് DMKയുടെ ഷാളൊക്കെയാണല്ലോ, എവിടുന്നാ വരുന്നത്? വൈക്കട് പഞ്ചായത്ത് നിന്ന്. വൈക്കട് പഞ്ചായത്താണ്. സുഖേട്ടന്റെ അല്ല, ഞങ്ങള് വൈക്കട് പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. എന്താണ് നിങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? അൻവറിന്റെ കൂടെ നിൽക്കാൻ മെയിനായിട്ട് കാര്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമാണെന്നുള്ള വളരെ ബോധ്യമുണ്ടായതുകൊണ്ടും, പിന്നെ എന്റെ വാർഡ് 1-ാം വാർഡിൽ ഒരുപാട് വികസനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയൂല. കാരണം ഞങ്ങളൊരു 10-40 വർഷമായിട്ടൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കായിരുന്നു ഞങ്ങളുടെ വാർഡിൽ. അദ്ദേഹം ചെയ്ത ഒരുപാട് സേവനങ്ങൾ എങ്ങനെ പറയാന്ന് പറഞ്ഞു തരാൻ കഴിയൂല, അത്രമാത്രം. അതായത് മുണ്ടപ്പൊട്ടി കോറിപ്പടി റോഡ്, അതേമാതിരി മുണ്ടപ്പൊട്ടി അമ്പലം റോഡ്, അമ്പലംപടി മുരിങ്ങാമുണ്ട റോഡ്, ഇങ്ങനെ ഒരുപാട് വികസനങ്ങളും പാലങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അൻവർ എന്ന നിലപാടിനോടൊപ്പം വളരെ ശക്തമായിട്ട് നമ്മുടെ ആ പ്രദേശവാസികൾ മൊത്തത്തിലുണ്ടാവും. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം. അതെ അതെ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തിത്വം. എല്ലാ രാഷ്ട്രീയവും മറന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. നിങ്ങൾ വഴിക്കടവ് പഞ്ചായത്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാൻ പറ്റുള്ളൂ. നീലഗിരിയിൽ DMK പ്രവർത്തകർ ഒരുപാട് പിന്തുണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല നിലവിൽ. ഇപ്പൊ എന്താണ് ഈ അൻവർ ഒറ്റയ്ക്ക് പോകുന്നതാണോ അതോ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒരു പിന്തുണ തേടുന്നതാണോ നിങ്ങളെ സംബന്ധിച്ച്? ഞങ്ങളെ സ്വീകരിക്കുന്ന ഞങ്ങളെ MLA എങ്ങനെ നിന്നാലും ഞങ്ങൾ നിലമ്പൂരിൽ വിജയിക്കും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ മറ്റതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന് എങ്ങനെ കൂട്ടുകെട്ട്. അദ്ദേഹം മോശക്കാരനല്ലല്ലോ, അദ്ദേഹം നല്ല ബുദ്ധിയുള്ള, പൊളിറ്റിക്കലായിട്ട് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം നല്ല നിലപാടെടുക്കും എന്നുള്ളതാണ്. ആ നിലപാടിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഓക്കെ, നമുക്കിപ്പോ കൂടുതലായിട്ടൊന്നും പറയാനില്ല. മൂപ്പര് കാര്യം പറയും, അത് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് പറ്റൂല. പിന്നെ മൂപ്പരേറ്റില്ല ഇപ്പം പാർട്ടിയിൽ നിന്ന് പോരാൻ കാരണം തന്നെ മൂപ്പര് പറഞ്ഞ ഒന്നും നടപ്പിലാക്കിയ മുഖ്യമന്ത്രി അതൊന്നും ചെയ്തില്ല. പറഞ്ഞ ഒന്നും ചെയ്തില്ല. എല്ലാ പാർട്ടി അൻവറിനെ തള്ളി പറയുമ്പോൾ നിങ്ങളൊക്കെ എന്ത് നിലപാടാണ് ഇനി തുടർന്നുള്ളത് സ്വീകരിക്കും? ഇപ്പോ ഇന്നിവിടെ വന്നത് അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാനാണോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണോ? ഞങ്ങൾ പിന്തുണയ്ക്കാനും പറയുന്ന കേൾക്കാനും പറ്റും. എന്ത് നിലപാട് സ്വീകരിച്ചാൽ അൻവറിന്റെ കൂടെ നിൽക്കും? അല്ല, ഞാൻ അൻവർ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ട്. അത്രയാണ്. ഈ അൻവറിന് ഇപ്പോൾ കിട്ടുന്ന ഈ പിന്തുണ അത് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കിട്ടുന്നു കരുതുന്നു? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണത്തിന്റെ ഈ ഒരു പോക്കിനോട് ജനങ്ങൾക്ക് യോജിപ്പില്ല. അതാണ് പ്രധാനമായിട്ടുള്ള ഘടകം ഞാൻ മനസ്സിലാക്കുന്നത്.